നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ അടിക്കാറുണ്ടോ? ചില വികൃതികളൊക്കെ വീട്ടിൽ നിന്ന് കാണിക്കുന്ന സമയത്ത് നമ്മൾ അടിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ചൂടാകുന്നുണ്ടാകും. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിലും നിർബന്ധമായിട്ട് ഈ ഒരു കാര്യം രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. അവരെ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്തിനാണ് നമ്മൾ ഈ ഒരു പണിഷ്മെൻറ്റ് എനിക്ക് തന്നത് എന്നുള്ളത്. അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം ഞാൻ ആദ്യം പറയാം. ആ കുട്ടിക്ക് ആ പാരൻറ്റിനോട് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാവുകയും കാലക്രമേണ ആ ദേഷ്യം കൂടി വരികയും സ്വാഭാവികമായിട്ടും ഭാവിയിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറാനും സാധ്യത ഉണ്ടാവും. ആ പാരൻറ്റും ആ ഒരു കുട്ടിയും തമ്മിലുള്ള ബോണ്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് ഒരു സ്ഥിരമില്ലാത്തൊരു ബലമില്ലാത്ത രൂപത്തിലേക്ക് മാറുകയും ചെയ്യും. ഓക്കെ, അതൊരു വലിയ പ്രയാസമാണ് കുടുംബത്തിൽ. എന്നാൽ നേരെ മറിച്ച് ചില പാരൻസ് എന്ത് ചെയ്യും, അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്ന പാരൻസും ഉണ്ട്. എന്തിനാണ് എന്നെ അടിച്ചത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു പണിഷ്മെൻറ്റ് എനിക്ക് തന്നത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പണിഷ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ബോധ്യപ്പെടുത്താൻ നമ്മൾ പോകരുത്. ഒരു 1-2 മണിക്കൂറിന് ശേഷം എന്ത് ചെയ്യുക, ആ കുട്ടിയെ കണ്ടുങ്ങാട്ട് നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക. മോനെ അല്ലെങ്കിൽ മോളെ, ഞാൻ നിന്നെ ഈ ഒരു പണിഷ്മെൻറ്റ് തന്നത് ഇന്ന കാരണം കൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ചെയ്തത് ഇന്ന കാര്യങ്ങൾ പ്രശ്നമാണ്, അത് ശരിയല്ല എന്നുള്ളത് കൃത്യമായിട്ട് രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ തെറ്റ് തിരിച്ചറിയാനും ആ കുട്ടി പിന്നെ ആ തെറ്റിലേക്ക് പോവാതിരിക്കാനും മാത്രമല്ല, എന്നെ ബോധ്യപ്പെടുത്തി തന്നത് എൻ്റെ പാരൻസ് ആണല്ലോ, സ്വാഭാവികമായിട്ടും ആ പാരൻസിനോട് ഇഷ്ടം കൂടാനും അത് സഹായിക്കും. എന്നാൽ നേരെ മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുക്കാത്ത പാരൻസ് ഉണ്ടാവും. ഇത് തല്ലാനായിട്ടൊരു വാപ്പ അല്ലെങ്കിൽ തല്ലാനായിട്ടൊരു ഉമ്മ, ഈ രൂപത്തിലുള്ള പാരൻസും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നിർബന്ധമായിട്ടും ബോധ്യപ്പെടുത്തി കൊടുക്കുക. അത് ഏത് ഏജിൽ നിന്നില്ല, ആ നമ്മൾ പറഞ്ഞാൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു ഏജുള്ള കുട്ടിയാണ് നമ്മളെ മുമ്പിലെങ്കിൽ, നമ്മുടെ കുട്ടികളെങ്കിൽ നിർബന്ധമായിട്ടും ആ ഏജ് മുതൽ നമ്മൾ പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലെങ്കിൽ ഭാവിയിൽ വലിയൊരു പ്രയാസമായിട്ട് അത് മാറും.